ഇവിടെ ശ്രീ അജിത് കുമാർ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്. ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ഒരു ക്രിമിനൽ കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്ന ആവശ്യമുണ്ട്. ഇന്നലെ താങ്കൾ ഇതേ ചാനലിൻ്റെ ഒരു പരിപാടിയിൽ പറഞ്ഞു, ഈ ശബ്ദം മന്ത്രി എ കെ ശശീന്ദ്രൻ്റേതല്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ അന്ന് ചാനൽ അടച്ചുപൂട്ടും, ഞാൻ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന്. ഈ പുറത്തു വന്നിരിക്കുന്ന കാര്യം മംഗളം നേതൃത്വം നൽകിയ, മംഗളത്തിലെ ആളുകൾ അറിയുന്ന ഒരു ഹണി ട്രാപ്പാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകയെ ഉപയോഗിച്ചത് ചെയ്തതാണ് എന്ന് ഈ അന്വേഷണങ്ങൾക്ക് എവിടെയെങ്കിലും ഒടുവിൽ കണ്ടെത്തിയാൽ, അങ്ങനെ ഒരു ഫൈൻഡിങ് ഉണ്ടായാൽ ഈ പറഞ്ഞ കാര്യം, അതായത് ചാനൽ അടച്ചുപൂട്ടും, മാധ്യമപ്രവർത്തനം നിർത്തും തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമോ? അതൊരിക്കൽ കൂടി ആവർത്തിക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞത്, ഇന്നലെ നികേഷിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഈ ശബ്ദം എ കെ ശശീന്ദ്രൻ്റെ അല്ലെന്ന് തെളിഞ്ഞാൽ ഞങ്ങൾ മംഗളം ചാനൽ അല്ലെങ്കിൽ ചാനൽ അടച്ചുപൂട്ടുമെന്നാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഹണി ട്രാപ്പ് നടന്നിട്ടില്ല, സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്നിട്ടില്ല, ഫോൺ ചോർത്തൽ നടന്നിട്ടില്ല. അത് ജുഡീഷ്യൽ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതാണ് സത്യം. ചോദിച്ചത് അതല്ല, ഹണി ട്രാപ്പ് നടന്നു എന്നാണ് കണ്ടെത്തുന്നത് എങ്കിൽ ഈ പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തനം നിർത്തൽ ഉണ്ടാകുമോ? ഞങ്ങൾ അത് സത്യം, ഹണി ട്രാപ്പ് നടന്നിട്ടില്ല, ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, അത് ജുഡീഷ്യൽ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന്. പിന്നെ അങ്ങനെ പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ അതാണ് സത്യമെന്നിരിക്കെ ഇല്ലാത്തൊരു വാദത്തെക്കുറിച്ച് ഞാനെന്തിന് മറുപടി പറയണം? ഞാൻ അടച്ചുപൂട്ടണമെന്ന് പറയണം? അതല്ല, അത് സത്യമല്ല. വളരെ ലളിതമാണ് അജിത് കുമാർ. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. സംശയമില്ല. ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ താങ്കൾ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുമോ? ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുമ്പോഴല്ലേ? തെളിയിക്കപ്പെടില്ല 100%. അപ്പോൾ പിന്നെ ധൈര്യമായി പറയാമല്ലോ, ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുമോ? ഹണി ട്രാപ്പ് നടന്നിട്ടില്ലെന്ന് 100% ഉറപ്പുള്ള ഞാൻ എന്തിന് അഭിലാഷേ നിങ്ങളുടെ ഉത്തരം എന്റെ വായിൽ തിരികെ വെക്കുന്നത്? നടന്നിട്ടില്ല. ഞങ്ങൾ അത് ബോധ്യപ്പെടുത്തും. ഹണി ട്രാപ്പ് നടന്നിട്ടില്ല എന്ന് ആവർത്തിക്കുന്ന താങ്കൾ, ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ, ഞാൻ ആവർത്തിക്കുന്നു, ഹണി ട്രാപ്പ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുമോ? ഹണി ട്രാപ്പ് നടന്നിട്ടില്ല എന്ന് തെളിയിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലെന്നേ. സംശയമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തിനാ വാദിക്കാൻ പോകുന്നത്? 100% ഹണി ട്രാപ്പ് ഇല്ലെന്ന് മാത്രമല്ല, ഹണി ട്രാപ്പില്ല, സ്റ്റിംഗ് ഓപ്പറേഷൻ ഇല്ല, ഫോൺ ചോർത്തലില്ല, 100% ബോധ്യമാണ്. 100% ബോധ്യമുള്ള കാര്യം അങ്ങേക്ക് ആർജവത്തോടു കൂടി ശ്രീ ആർ അജിത് കുമാർ പറയാമല്ലോ. 100% ബോധ്യമുള്ള കാര്യങ്ങൾ അങ്ങ് ആർജവത്തോടു കൂടി പറയണം. അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് കേരളം. മംഗളം ടെലിവിഷൻ ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അങ്ങ് മാധ്യമ പ്രവർത്തനം നിർത്തുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ? ഹണി ട്രാപ്പ് നടന്നിട്ടില്ല എന്നുള്ള സത്യം ജുഡീഷ്യൽ കമ്മീഷനെ ബോധ്യപ്പെടുത്തുന്ന അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എൻ്റെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരില്ല, മംഗളം ചാനൽ അടച്ചുപൂട്ടേണ്ടിയും വരില്ല. ശരി.